ഹായ് ഗേസ്, പ്ലീസ് വെൽക്കം ടു കിസാൻ വാണി ബ്ലോഗ്സ്. ഇന്നത്തെ നമ്മുടെ വിഷയം ഒരു അടിപൊളി റെസിപ്പിയാണ്, അതായത് ചിയ സീഡ് കൊണ്ടുള്ള ഒരു ജ്യൂസ്. അപ്പൊ നമുക്ക് അതിന്റെ വിശദ വിവരങ്ങളും ആ വീഡിയോയും ഒന്ന് കാണാം. വീഡിയോയിലേക്ക് പോവാം. ഓക്കെ, കണ്ടോ, ഇതാണ് ചിയ സീഡ്. നിങ്ങൾ എല്ലാവരും ഒക്കെ കണ്ടിട്ടുണ്ടാവും. ചിയ സീഡ് എപ്പോഴും വെള്ളത്തിൽ കുതിർത്തതിന് ശേഷം മാത്രമേ കഴിക്കാവൂ. അതുപോലെ തന്നെ ചിയ സീഡ് കഴിച്ചാൽ ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ട്. ചിയ സീഡ് ശരിക്കും പോഷകങ്ങളുടെ ഒരു കലവറ തന്നെയാണ്. ഇത് കഴിക്കുന്നത് കൊണ്ട് ബ്ലഡ് ഷുഗർ നന്നായി കുറയും. അതുപോലെ തന്നെ മെമ്മറി പവർ നന്നായി കൂടും. ധാരാളം ഫൈബർ കണ്ടന്റ് അടങ്ങിയിട്ടുണ്ട്. അതായത് 1.5 സ്പൂണിൽ കൂടുതൽ കഴിക്കരുത് ചിയ സീഡ്. ഇതിൽ ധാരാളം പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ മഗ്നീഷ്യം, കാൽസ്യം, പൊട്ടാസ്യം, വിറ്റാമിൻ സി, ഡി, ഇ ഒക്കെ സമ്പുഷ്ടമായി അടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഇനി 1 സ്പൂൺ ചിയ സീഡ് നമുക്ക് ഗ്ലാസ്സിലേക്ക് ഇടാം. എന്നിട്ട് ചൂടാക്കി വെച്ചിരിക്കുന്ന വെള്ളം ആ ഗ്ലാസ് നിറച്ചങ്ങനെ ഒഴിക്കുക. നിറച്ചങ്ങോട്ട് ഒഴിക്കുക. ഉണ്ടോ, നിറച്ചൊഴിക്കുക. എന്നിട്ട് നമുക്ക് ഇത് ഒരു സ്പൂണ് കൊണ്ട് സാവധാനം ഇളക്കി കൊടുക്കണം. ഇളക്കി അതൊന്ന് ലയിപ്പിക്കണം. നല്ലപോലെ ലയിപ്പിച്ച് കുറച്ച് കഴിയുമ്പോൾ ചിയ സീഡ് കസ്കസ് മാതിരി നല്ല വീർത്തങ്ങ് വരും. ഇപ്പം നല്ല നന്നായിട്ട് വീർത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാന്ന് വെച്ചാൽ അടുത്തതായിട്ട് നമുക്ക് കുറച്ച് നാരങ്ങ നീര് ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. 1 സ്പൂൺ നാരങ്ങ നീര് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് ഇളക്കി നല്ല പോലെ അങ്ങ് ലയിപ്പിക്കുക. നല്ല ഇപ്പോൾ ലയിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് അടുത്തത് ചെയ്യാന്ന് വെച്ചാൽ, ഇനി നമുക്ക് കുറച്ച് തേന്, അതായത് 1 സ്പൂൺ തേന് ഇതിനകത്തോട്ട് ഇങ്ങനെ ഒരു സ്പൂൺ മാത്രം മതി, കൂടുതൽ എടുക്കണമെന്ന കാര്യമില്ല. 1 സ്പൂൺ ഫുള്ളായിട്ടുള്ള 1 സ്പൂൺ തേൻ എടുത്തിട്ട് അതിനകത്തോട്ട് ഇങ്ങനെ ഒഴിക്കുക. ഒഴിച്ചിട്ട് അത് നന്നായിട്ട് ഇളക്കി ലയിപ്പിക്കുക. നന്നായിട്ട് ഇളക്കി ലയിപ്പിക്കണം. കംപ്ലീറ്റ് നന്നായിട്ടുള്ള ഇപ്പോൾ കസ്കസൊക്കെ നല്ല വീർത്ത് നല്ല ഡീസൻ്റായിട്ട് വന്നിട്ടുണ്ട്. നന്നായിട്ട് ഇളക്കി അങ്ങ് പിടിപ്പിക്കുക. ഇപ്പോൾ ഏകദേശം നമ്മളുടെ ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. അതുപോലെ തന്നെ 1.5 സ്പൂണിൽ കൂടുതൽ ചിയ സീഡ് കഴിക്കാൻ പാടില്ല. 1.5 സ്പൂൺ ചിയ സീഡ് കഴിച്ചാൽ നമുക്ക് 28 ഗ്രാം ഫൈബർ നമ്മുടെ ഉള്ളിൽ ചെല്ലും. ധാരാളം ഫൈബർ അടങ്ങിയിട്ടുള്ളതാണ്. നമുക്ക് ഒരു ദിവസം 30 ഗ്രാം ഫൈബറിൻ്റെ ആവശ്യമേ വരുന്നുള്ളൂ. അപ്പോൾ ധാരാളം ഫൈബർ നമ്മുടെ ശരീരത്തിൽ ചെന്ന് കഴിഞ്ഞാൽ നമ്മുടെ വയറിലെ ദഹനക്കേട്, ഗ്യാസ് ട്രബിളൊക്കെ ഉണ്ടാകും. അതുപോലെ തന്നെ മറ്റ് അസുഖങ്ങളുള്ളവരാണെങ്കിൽ, ഗുളിക കഴിച്ചിട്ടിരിക്കുന്നവരാണെങ്കിൽ അവർ ഡോക്ടറുടെ നിർദ്ദേശം തേടിയേ കഴിക്കാവുള്ളൂ. നമുക്കൊരാഴ്ചയിൽ ഒരു 4 ദിവസമെങ്കിലും ചിയ സീഡ് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ല റിസൾട്ട് കിട്ടും. പ്രധാനമായിട്ട് കിട്ടുക എന്ന് പറഞ്ഞാൽ നമ്മുടെ വെയിറ്റ് ലോസാണ്. വെയിറ്റ് ഏറ്റവും കുറയും എന്നുള്ളതാണ്. പിന്നെ അടുത്ത എന്ന് പറഞ്ഞാൽ ഷുഗർ കുറയും, BP കുറയും, നമ്മുടെ ടെൻഷൻ കുറയും. വൈകുന്നേര സമയങ്ങളിൽ കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത്. നമ്മൾ വൈകുന്നേരത്തെ ആഹാരം ഒരു പ്രാവശ്യം കുറച്ചിട്ട് ഇത് കഴിച്ചിട്ട് കിടന്നാൽ നല്ല ഉറക്കം കിട്ടും. അതുപോലെ തന്നെ ധാരാളം ആൻറ്റി ഓക്സിഡൻ്റ് അടങ്ങിയിട്ടുള്ളതാണ്. ആൻറ്റി ഓക്സിഡൻ്റ് എന്താണെന്ന് അറിയാമല്ലോ. നമ്മുടെ ഏതെങ്കിലും ഒരു രോഗം നമ്മുടെ ശരീരത്തിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ പ്രതിരോധിച്ചില്ലാതാക്കുക, അതിനുള്ള കഴിവ്. അങ്ങനെ ഒട്ടനവധി ഗുണങ്ങളുണ്ട്. ഏതെങ്കിലും ജ്യൂസിൻ്റെ കൂടെയാണെങ്കിലൊക്കെ കഴിച്ചാൽ മതി. ആഴ്ചയിലൊരു 4 പ്രാവശ്യമെങ്കിലും കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ നല്ല റിസൾട്ട് കിട്ടും. ചിയ സീഡ് നമുക്ക് സൂപ്പർ മാർക്കറ്റുകളിൽ നിന്നൊക്കെ ലഭിക്കുന്നതാണ്, ഓൺലൈനിൽ നിന്നും കിട്ടും. അപ്പോൾ നമ്മുടെ ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. കൊള്ളാം, അടിപൊളിയായിട്ടുണ്ട്. ഒരു ശകലം മധുരം കൂടുതലുണ്ട്. ഞാൻ കുറച്ച് തേൻ കൂടുതൽ ചേർത്തായിരുന്നു. അപ്പൊ സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്കും ഷെയറും കമന്റും ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബും കൂടി ഒന്ന് ചെയ്തേക്കണം. പുതിയൊരു വിശേഷവുമായി വരും വരെ ഓക്കെ, ബൈ ബൈ, താങ്ക് യു.